നമ്മളിനി നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തത് 2562, പേജ് നമ്പർ 616. മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? മനസ്സിലായോ? മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? പ്രാർത്ഥന വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉറവിടം ഏതെന്ന ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഗ്രന്ഥം ചിലപ്പോൾ ആത്മാവിനെ പറ്റിയും ചിലപ്പോൾ അരൂപിയെപ്പറ്റിയും ഏറ്റവും അധികം പ്രാവശ്യം 1000-ലേറെ തവണ ഹൃദയത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥന പ്രകടനം വ്യർത്ഥമാണ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം നമ്മൾ വളരെയധികം ഭേദഗതിപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേട്ടില്ല. എന്ത് കർത്താവാണത്? കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു, എത്ര കൊന്ത ചൊല്ലി, എത്ര അത് ചൊല്ലി, എത്ര അനീത ചൊല്ലി, എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. നിങ്ങളൊക്കെ എന്തിനാണ് പ്രസംഗിക്കണേ? ഇങ്ങനെ വരെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വേദന കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, എവിടെയാ ഈ കർത്താവ്? എവിടെയാണെന്ന് വിചാരിച്ചിട്ടാ ഈ പ്രാർത്ഥിക്കണേ? ആർക്കറിയാം? അതും വിഷമം കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോഴും കർത്താവേ വരണമേ, കർത്താവേ തരണമേ, കർത്താവേ നമ്മൾ വിളിക്കുമോ? എവിടെയോ ഇരിക്കുന്നൊരു കർത്താവിനെ വിളിക്കുന്നു. ആരോ എഴുതി തന്ന ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മാറണം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം മാറിക്കഴിഞ്ഞ് കാണും. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം, ആ കർത്താവ് നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, നിന്നിൽ തന്നെയുണ്ട്. ആ ബോധ്യത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആ കർത്താവ് നിൻ്റെ ഹൃദയത്തിലുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ബാങ്കോമാറ്റാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോകണമായിരുന്നു. ഇന്ന് ബാങ്ക് വരെ പോകേണ്ട ആവശ്യമില്ല. ബാങ്കുകളെല്ലാം ATM കൗണ്ടർ, ബാങ്കോമാറ്റെന്നോ ATM കൗണ്ടർ പല സ്ഥലത്തും തുടങ്ങിയിരിക്കുകയാണ്. അവിടെ പോകുക, ഒരു കാർഡ് കുത്തുക, കോഡടിക്കുക, പൈസ പുറത്തു വരണം. എന്ന മാതിരി സ്വർഗത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് എല്ലാവരുടെയും ഹൃദയത്തിൽ തുടങ്ങിയിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? സ്വർഗത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസ്. സ്വർഗത്തിൽ നടത്തുന്ന എല്ലാ കാര്യക്രമങ്ങളും ഈ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നല്ല ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് വിശ്വസിക്കുന്നുവെന്ന്. ഇതാണ് സത്യം. സ്വർഗം ഭൂമിയിലിറങ്ങി. സ്വർഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരു ടെല്ലർ കൗണ്ടർ. എന്ത് വേണം നിനക്ക്? നീ ചോദിച്ചോ, ആ കോഡടിച്ചോ. എന്താണ് കോഡ്? യേശു. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടും. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടുമെന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇതെല്ലാം മാർപ്പാപ്പ ഈ ഇടയ്ക്ക് പ്രാർത്ഥനയെക്കുറിച്ച്, അയ്യോ അത് തന്നെ കിട്ടി, മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടാണ്. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നീ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും
അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വല്ല പ്രശ്നമുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും? ഈ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെ വേണ്ട രീതിയിൽ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രാർത്ഥന ഒരു ഉടമ്പടിയാണ്. പ്രാർത്ഥന ഒരു ഉടമ്പടിയാണ് എന്നാണ് ഈ ശീർഷകം, ഇതിൻ്റെ ശീർഷകം. പ്രാർത്ഥന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടേ, എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണോ? അല്ല. അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് ഉടമ്പടി. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു, അബ്രാഹത്തോട് ഉടമ്പടി ചെയ്തു, മോശയോട് ഉടമ്പടി ചെയ്തു, ദാവീദിനോട് ഉടമ്പടി ചെയ്തു. കണ്ടോ, എന്തോരം ഉടമ്പടിയാണ്. എന്താണ് ഈ ഉടമ്പടി? ഉടമ്പടി ഒരു കോൺട്രാക്റ്റ് അല്ല. അതാണ് എളുപ്പം മനസ്സിലാക്കാൻ. നമ്മുടെ വിവാഹം, ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ചു. അതൊരു കോൺട്രാക്റ്റ് ആണോ? അല്ല. കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനൊരു കാലാവധി ഉണ്ടാവണ്ടേ? ഇത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ബന്ധമാണ്. ജീവനും കലരുന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യയുമായി വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ അവൾക്ക് നൽകുകയും അവളുടെ ജീവൻ അവൾ എനിക്ക് നൽകുകയും, അങ്ങനെ ഈ രണ്ട് ജീവനും ഒന്നിച്ചു ലയിച്ചിരിക്കുന്നു. ഈ രണ്ട് ജീവനും ലയിച്ചിരിക്കുന്നു. ഇനി അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത വിധം കലർത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ഉടമ്പടി. അത് മനസ്സിലാക്കണം. പ്രാർത്ഥന എന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി ബന്ധം. ദൈവവും മനുഷ്യനും തമ്മിൽ ജീവൻ കൈമാറി. ദൈവം തൻ്റെ ജീവൻ നമുക്ക് നൽകി. നാം അത് സ്വീകരിച്ചു. നമ്മുടെ ജീവൻ ദൈവത്തിന് നൽകിയപ്പോൾ ഈ രണ്ട് ജീവനും തമ്മിൽ ഒന്നായി. ഇനി ആർക്കും ഇതകറ്റാൻ പറ്റുകയില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു തത്വം. ഇതെവിടെയാണ് ഈ ബന്ധം? അത് തലയിലാണോ, തലമുടിയിലാണോ, ശരീരത്തിലാണോ? ഹൃദയത്തിലാകുന്നു ഈ ബന്ധം. അതാണ്, ഹൃദയത്തിലാകുന്നു ഈ ഉടമ്പടി. അപ്പോൾ ഈ ബോധ്യത്തോടെ നമുക്കൊന്നുകൂടി ഇത് വായിക്കാം. മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? പ്രാർത്ഥന വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും. കണ്ടോ, നമ്മൾ കൈയടിച്ച് പാടുന്നു, കൈ ഉയർത്തി പാടുന്നു, മുട്ടുകുത്തുന്നു, സാഷ്ടാംഗം വീഴുന്നു. അതാണ് ആംഗ്യങ്ങളിലൂടെ, ബോഡി ലാംഗ്വേജ്. സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉറവിടം ഏതെന്ന ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഗ്രന്ഥം ചിലപ്പോൾ ആത്മാവിനെയും ചിലപ്പോൾ അരൂപിയെ പറ്റിയും ഏറ്റവും അധികം പ്രാവശ്യം 1000-ലേറെ തവണ ഹൃദയത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതൊന്നും കൂടി അടിവരയിടൂ. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. പള്ളിയിലത്തെ കഴിഞ്ഞു വന്നു, മോനെ എങ്ങനെയുണ്ടായിരുന്നു കുർബാന? അടിപൊളിയായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പ്രസംഗമായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ തിരുവചനം, ഇന്നത്തെ സുവിശേഷം എന്തായിരുന്നു? സുവിശേഷം സുവിശേഷം അച്ഛൻ വായിച്ചു. എന്താണ്? ഓർക്കണില്ല. എന്തു പറ്റി? ഹൃദയം അവിടെ ആയിരുന്നില്ല. ആ സുവിശേഷ വചനം ഹൃദയത്തിൽ കയറിയില്ല. എവിടെ വീണു? വഴിയരികിന് വീണു. വഴിയരികിനിപ്പം എന്ത് സംഭവിച്ചു? പറവകൾ എടുത്തുകൊണ്ട് പോയത്. നമുക്ക് വളരെ സാധാരണ ഉണ്ടാകുന്നൊരു കാര്യമാണിത്. സാധാരണ സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. പള്ളിയിലെല്ലാം പോയി കുർബാന അർപ്പിച്ചു. പക്ഷേ അതിലെ വാക്കുകൾ, അതിലെ വചനങ്ങൾ, ഈശോ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സ്പർശിച്ചോ? അതാണ്, ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്.
ഇനി 2563 നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഹൃദയം ഞാനായിരിക്കുന്ന, ഞാൻ വസിക്കുന്ന സെമിറ്റിക് ഭാഷയുടെ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിലെ ശൈലിയിൽ ഞാൻ ഇറങ്ങി വരുന്ന ആലയമാണ്. ഞാൻ വസിക്കുന്ന, ഞാൻ ഇറങ്ങി വരുന്ന ആലയമാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും യുക്തിക്കതീതമായ നിഗൂഢ കേന്ദ്രമാണത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അതിൻ്റെ ആഴമളക്കാനും അതിനെ അറിയാനും സാധിക്കുള്ളൂ. നമുക്ക് പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ ആഴം അറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ, ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴം അളക്കാനും അതിനെ അറിയാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിന്. അതാണ് മനസ്സിനെ ആത്മാവിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തിയില്ല മനസ്സിന്. എന്നാൽ ആത്മാവിന് മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വലിയ രഹസ്യമാണ് ഈ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ മനുഷ്യൻ്റെ അതിൻ്റെ ആഴം അളക്കാനും അതിനെ അറിയാനും സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ, നമ്മുടെ മാനസികമായ ആന്തരിക പ്രേരണകളുടെ അഗാധ തലങ്ങൾക്ക് അപ്പുറത്തുള്ള തീരുമാനങ്ങളുടെ വേദിയാണത്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മാനസികമായ ആന്തരിക പ്രേരണകളുടെ അഗാധ തലങ്ങൾ, അതിനപ്പുറത്തുള്ള തീരുമാനങ്ങളുടെ വേദിയാണത്. നമ്മളുടെ മാനസികമായ ആന്തരിക പ്രേരണകൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് മാനസികമായി ചിന്തിച്ച് ദിവസങ്ങളെടുക്കാം. ഇപ്പോൾ വലിയ ചിന്തകരുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക വരമാണ് ചിന്തിക്കുക. ചിന്തിക്കുന്നത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് ഇവരൊക്കെ വലിയ ചിന്തകരായിരുന്നു. എന്ന പോലെ ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്, ചിന്തകരാണ്. അത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അഗാധ തലങ്ങൾക്ക്, ആ പ്രേരണകളുടെ അപ്പുറത്ത് തീരുമാനങ്ങളുടെ വേദിയാണ് ഹൃദയം. അതിൻ്റെ അപ്പുറത്തുള്ള തീരുമാനങ്ങളുടെ വേദിയാണ് ഹൃദയം. നാം ജീവനെയോ മരണത്തെയോ തിരഞ്ഞെടുക്കുന്ന സത്യത്തിൻ്റെ മേഖലയാണത്. നമുക്ക് തീരുമാനിക്കാം. ഏറ്റവും വലിയ തീരുമാനം ജീവനെയോ മരണത്തെയോ തിരഞ്ഞെടുക്കുക എന്നതാണ്. ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുന്ന ആ മഹാ സൗഭാഗ്യത്തെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കാം. ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ വേദിയാണ് ഹൃദയം. ദൈവത്തിൻ്റെ ഛായയിലായ നാം പരസ്പര ബന്ധങ്ങളിലൂടെ ജീവിക്കുന്നത് കൊണ്ട് ഹൃദയം സമാഗമത്തിൻ്റെ വേദിയാണ്. ഉടമ്പടിയുടെ സ്ഥലമാണത്. പ്രൈസ് ദ ലോർഡ്. ഉടമ്പടിയുടെ സ്ഥലമാണത്. അവിടെയാണ് ഉടമ്പടി. പരസ്പര ബന്ധങ്ങളിലൂടെ ജീവിക്കുന്നത് കൊണ്ട് ഹൃദയം സമാഗമത്തിൻ്റെ വേദിയാണ്. ഹൃദയത്തിലാണ് ബന്ധങ്ങൾ. ഇനി നമുക്ക് 2 പാരഗ്രാഫ് 2699, 1696.
2699 2699 പ്രാർത്ഥനാ ജീവിതം. ഇതും 2699. കർത്താവ് ഓരോ വ്യക്തിയെയും തനിക്കിഷ്ടമുള്ള മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയും നയിക്കുന്നു. ഇത് വളരെ പ്രധാന ഒരു കാര്യമാണ്. ഓരോ ആത്മാവിനെയും വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകളിലൂടെ കർത്താവ് ഉയർത്തുന്നു. എന്നാൽ ജനറലായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഓരോ വ്യക്തിയെയും തനിക്കിഷ്ടമുള്ള മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയും നയിക്കുന്നു. ഓരോ വിശ്വാസിയും സ്വന്തം ഹൃദയത്തിൻ്റെ തീരുമാനമനുസരിച്ചും തൻ്റെ പ്രാർത്ഥനയുടെ വ്യക്തിപരമായ ആവിഷ്കാരങ്ങളനുസരിച്ചുമാണ് അതിനോട് പ്രത്യുത്തരിക്കുന്നത്. അതാണ്. എന്നാൽ ക്രൈസ്തവ പാരമ്പര്യം 3 സുപ്രധാന പ്രാർത്ഥനാ സമ്പ്രദായങ്ങൾ നിലനിർത്തുന്നു. വാചിക പ്രാർത്ഥന, ധ്യാനയോഗ പ്രാർത്ഥന. വാചികം വോക്കൽ പ്രേയർ, ധ്യാന പ്രാർത്ഥന, ധ്യാനപരം മെഡിറ്റേഷൻ, ധ്യാനയോഗ പ്രാർത്ഥന കോൺടംപ്ലേഷൻ. ഇതാണ് 3 പ്രാർത്ഥന, പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്രാർത്ഥനകൾ. ഇതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇവയ്ക്ക് പൊതുവായുള്ള മൗലിക സ്വഭാവം ഹൃദയത്തിൻ്റെ ഏകാഗ്രതയാണ്. വാചിക പ്രാർത്ഥന ആയാലും വെറും അധരത്തിലൂടെ വരുന്നതല്ല വാചിക പ്രാർത്ഥന. പറയുമ്പോൾ വോക്കൽ പ്രേയറാണ്, പക്ഷേ അത് ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവയ്ക്ക് പൊതുവായുള്ള മൗലിക സ്വഭാവം ഹൃദയത്തിൻ്റെ ഏകാഗ്രതയാണ്. ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. സ്നേഹമുള്ളവർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, കാരണം ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മളത് ട്രെയിനിങ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾക്ക് ശരിക്കും ട്രെയിനിങ് വേണം അതിനെ. ഇന്ന കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ഈ ലോകത്തിൻ്റെ നമുക്ക് പ്രാധാന്യമാണോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അവിടുത്തെ തിരുസന്നിധിയിലാണ്. അവിടെ നിന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മളുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ഹൃദയം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ പറയ്, എന്താ വേണ്ടേ മോനെ, നീ പറയ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയാണ്. കേട്ട് പരിചയമുള്ളവർ ബോറടിക്കും, എന്നാലും അത് പറയാൻ തോന്നുകയാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സംഭവമാണത്. ഞാനിങ്ങനെ ആദ്യകാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്നു കുറേ കാര്യങ്ങളിങ്ങനെ പറയും. കർത്താവ്, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, അത് നടന്നിട്ടില്ല, ഇത് നടന്നിട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, തോമസ്. ഞാൻ നോക്കിയപ്പോൾ പള്ളിയിൽ ആരുമില്ല, എനിക്കറിയാം ആരുമില്ല. പിന്നെ എവിടെ നിന്ന് ഈ ശബ്ദം? അപ്പോൾ എനിക്ക് ഉടനെ മനസ്സിലായി, കർത്താവിൻ്റെ ശബ്ദമാണ്. കർത്താവിൻ്റെ ശബ്ദം എനിക്ക് പരിചയമാണ് താനും. ഞാൻ തിരിഞ്ഞു ചെന്നു വീണ്ടും അവിടെ മുട്ടുകുത്തി, കർത്താവെ അരുളി ചെയ്താലും എന്താ? അപ്പോൾ കർത്താവ് പറയാൻ, നീ 1 മണിക്കൂർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിഞ്ഞൂടെ, മാത്രമല്ല അതിൻ്റെ പരിഹാരമാർഗങ്ങളും എനിക്കറിയാം. ഓ, എന്നാൽ പിന്നെ ആ പരിഹാരമാർഗങ്ങൾ ഇത് വേഗം പറഞ്ഞേ. ഇതായിരുന്നു നീ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. നീ 1 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞുകൂടെ മകനെ? തീർച്ചയായിട്ടും അങ്ങറിയാത്ത വല്ലതും ഉണ്ടോ? അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അതുമാത്രം നീ പറഞ്ഞാൽ മതി. ഈ 1 മണിക്കൂർ പറഞ്ഞതെല്ലാം ഈ ഒറ്റ കാര്യത്തിൽ കഴിഞ്ഞേനെ. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് സംസാരിക്കൂ. എന്നിട്ട് നീ മിണ്ടാതിരുന്ന് ഞാൻ പറയണത് കേൾക്കുക. ക്ഷമിക്കണേ കർത്താവേ, ഇനി മുതൽ അങ്ങനെ ചെയ്തോളാം
അങ്ങനെ ഈശോ അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഇന്നതിന് ഇന്നത് ചെയ്യണം, ഇന്നതിന് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. ഞാൻ വളരെ സംതൃപ്തനായി പുറത്തു പോന്നു. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വാചിക പ്രാർത്ഥന, വോക്കൽ പ്രെയർ, ധ്യാനാത്മക പ്രാർത്ഥന, മെഡിറ്റേറ്റീവ് പ്രെയർ, ധ്യാനപരം, ധ്യാനയോഗപരം, അതായത് കോണ്ടംപ്ലേറ്റീവ്. ഈ മലയാളം ശരിക്കും നമുക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണ്. കാരണം ഈ വാക്കുകളൊക്കെ മംഗ്ലീഷായി മാറിയിരിക്കുന്നു. വോക്കൽ പ്രെയർ, മെഡിറ്റേറ്റീവ് പ്രെയർ ആൻഡ് കോണ്ടംപ്ലേറ്റീവ് പ്രെയർ. വാചിക പ്രാർത്ഥന, ധ്യാനപരം, ധ്യാനയോഗപരം. എന്നാൽ ഇവയ്ക്ക് പൊതുവെയുള്ള സ്വഭാവം എന്താ? പൊതുവെയുള്ള മൗലിക സ്വഭാവം ഹൃദയത്തിൻ്റെ ഏകാഗ്രതയാണ്. ഹൃദയത്തിൻ്റെ ഏകാഗ്രതയാണ്. വചനം കാക്കുന്നതിലും ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിലുമുള്ള ഈ ജാഗ്രത മുൻപറിഞ്ഞ 3 സമ്പ്രദായങ്ങളിലെയും പ്രാർത്ഥനാ ജീവിതത്തിലെ തീക്ഷ്ണങ്ങളായ സന്ദർഭങ്ങളാക്കി മാറ്റുന്നു. വചനം കാക്കുന്നതിലും, അതായത് ദൈവവചനം, പ്രത്യേകിച്ച് ഈശോ തന്നെയാകുന്ന വചനം കാക്കുന്നതിലും ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിലുമുള്ള ഈ ജാഗ്രത മുൻപ് പറഞ്ഞ 3 സമ്പ്രദായങ്ങളെയും പ്രാർത്ഥനാ ജീവിതത്തിലെ തീക്ഷ്ണങ്ങളായ സന്ദർഭങ്ങളാക്കി മാറ്റുന്നു. വലിയ രഹസ്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലെ വലിയ. കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ്. അപ്പോൾ അമ്മ ത്രേസ്യ എല്ലാം ഇങ്ങനെ ഈ കോണ്ടംപ്ലേഷനിലിരിക്കുമ്പോൾ, ആ ഏകാഗ്രതയിലൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ, ആ ഈശോയുമായുള്ള ഐക്യത്തിൽ അങ്ങ് ആയിരിക്കുമ്പോൾ, ഈശോയുടെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനത്തിൽ അങ്ങ് ലയിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ പൊങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിതുകൊണ്ടാണ് അത്രയ്ക്ക് ശക്തമാണ് ആ ഏകാഗ്രത. ഈശോ എലിവേഷൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ഏകാഗ്രമായി പ്രാർത്ഥിക്കാൻ വേണ്ടി വനങ്ങളിലേക്കും ആരുമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പോകാറുണ്ട്. എന്നിട്ട് തൻ്റെ സഹോദരങ്ങളോട് പറയും, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, എന്നെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ ഒരു കല്ലെറിയണം. ഒരു കല്ലേറ് ദൂരെ നിന്നിട്ട് കല്ലെറിഞ്ഞിട്ടേ അങ്ങോട്ട് വരാവൂ. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മറ്റാരും കാണരുത്. കാരണം അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ അങ്ങ് ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് അസീസിക്കെല്ലാം വളരെ പ്രത്യേക തരത്തിലുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ പൊങ്ങിപ്പോണ അനുഭവവും, കണ്ണുനീരൊലിച്ചൊലിച്ചൊലിച്ച് നെഞ്ചത്തടിച്ച് കരയണ അനുഭവം, വാവൊട്ടി കരയണ അനുഭവം. കരയിലാണെപ്പോഴും കണ്ണുനീരെൻ്റെ കുപ്പിയിലാക്കാമെന്ന പോലെ കരഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് പോയെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കണ്ണിന് അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. കരച്ചിലാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും? മാർപ്പാപ്പ ഈ വിശുദ്ധ വാരത്തിൽ ഒരു ദിവസം പറഞ്ഞതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കരയാതിരിക്കാൻ പറ്റും? അപ്പോൾ അതാണ് ഹൃദയൈക്യം. ഈശോയുടെ വേദന നമ്മുടെ ഹൃദയവുമായിട്ട് ഒന്നിക്കുമ്പോൾ ഈശോ വാവിട്ട് കരഞ്ഞു, ഈശോ തന്നെ വാവിട്ട് കരഞ്ഞു എന്ന പോലെ നമ്മളും കരയും സ്നേഹമുള്ളവരെ. പക്ഷേ നമുക്ക് അടുത്ത ആളുകളൊക്കെ ഇരിക്കണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കാവോ, അയ്യോ വേണ്ട കേട്ടോ, കരയണ്ടട്ടോ, നീ എന്തെങ്കിലും കരയണ, ഇത് ആൾക്കാർ ഇതിനെ നോക്കണ്ടട്ടോ, കരയണ്ട കേട്ടോ. അപ്പോൾ പ്രാർത്ഥനേനെ നമ്മൾ കൺട്രോളാക്കി. എന്ത് ചെയ്യാം, നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച്. അപ്പോൾ ഇതെല്ലാം ഈ
പ്രാർത്ഥനകളുടെ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് പറ്റിയ രീതിയിലൊക്കെ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന പഠിക്കണമെങ്കിൽ ആരും കാണാതെ. അപ്പോൾ ഫ്രാൻസിസ് അസീസി അങ്ങനെയുള്ള വിശുദ്ധരുടെ എല്ലാം എങ്ങനെയാണ് ഇവരൊക്കെ വളർന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യം, ഇവർക്കൊന്നും അവാർഡ് കൊടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ മദർ തെരേസയുടെ കാലഘട്ടമൊക്കെ വന്നപ്പോഴേക്കും മദർ തെരേസ ഭയങ്കര കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേ സമയത്ത് ഭയങ്കര പോപ്പുലർ ആകുകയും ചെയ്തു. അതൊരു പറയുന്നുണ്ട്, ഞാനിതെല്ലാം സ്വീകരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദരിദ്രതയെ പ്രതിയാണ്. അപ്പോൾ ഇന്നും നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ മദറിൻ്റെ നമ്മളൊന്ന് ആലോചിച്ചോളൂ, ഒരു വലിയ വിശുദ്ധയുടെ വാക്കുകൾ നേരിട്ട് കേൾക്കാൻ പറ്റുന്നു. വിശുദ്ധ മദർ തെരേസയുടെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെയൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണത് നല്ലതാണ്. അവരുടെ ജീവിതകാലത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ കോരുന്ന അനുഭവമാണ്. നോബൽ പ്രൈസ് വാങ്ങിക്കുമ്പോഴും സമ്മാനം വാങ്ങിക്കുമ്പോഴൊക്കെ ഞാൻ ഇതിനൊരു അർഹതയുള്ളവളല്ല, ഇതെനിക്കല്ല നിങ്ങൾ തരുന്നത്, എന്നാൽ ഞാനിതെൻ്റെ പാവപ്പെട്ടവരെ പ്രതി മേടിക്കുകയാണ്. അപ്പം മദർ പറയുന്ന, അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം ഇതാണ്, ആ മദറിൻ്റെ വിജയത്തിനെ പുകഴ്ത്തി നമ്മൾ ഒരുപാട് ലോകത്തിലുള്ള സകല അവാർഡുകളും കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം കാരണം എന്താ? അപ്പം എല്ലാവരും അവരുടെ പ്രവൃത്തിയാണ് പുകഴ്ത്തുന്നത്, എന്നാൽ അതിൻ്റെ കാരണം അവരുടെ പ്രാർത്ഥനയാണ്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷമിക്കണം, അത് വീണ്ടും പറയണത്. ശരിക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ മദറിൻ്റെ ആ ബയോഗ്രഫി ഒന്ന് വായിക്കണത് നല്ലതാണ്. ഇതാണ് എവിടെയുണ്ട്, മദർ തെരേസ കം ബി മൈ ലൈറ്റ്. ഈ പുസ്തകം, വേറൊരു പുസ്തകം ഞാൻ പറഞ്ഞു, നവീൻ ചാവള എഴുതിയ ബയോഗ്രഫി. ഇത് രണ്ടും വായിച്ചോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണുവെട്ടത്ത് നടന്ന കാര്യങ്ങളാണ് ഇത്രയും വലിയൊരു വിശുദ്ധ. ശരിക്കും ഒരു ഡോക്ടർ ഓഫ് ദ ചർച്ച് ആവും. അതുപോലത്തെ കാര്യങ്ങളാണ് മദറിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഒരു വേദപാരംഗതയാവും തീർച്ചയായിട്ടും. നമ്മുടെ കണ്ണും മുമ്പത്ത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ഥായി ഘടകം എന്താ? പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? എപ്പോഴും പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. ഇത് നമ്മൾ പഠിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനെ മദറിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എടുത്തൊന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഹൃദയം ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ടും ഇവിടെ പറഞ്ഞിരിക്കണ ഇതായിട്ടും നമ്മൾ കണക്കാക്കി. ഇനി അടുത്ത് 1696 ക്രിസ്തുവിൻ്റെ മാർഗം ജീവനിലേക്ക് നയിക്കുന്നു. അതിന് വിരുദ്ധമായ മാർഗം, രണ്ട് മാർഗങ്ങളെക്കുറിച്ചാണ്. നാശത്തിലേക്ക് നയിക്കുന്നു. 20, അതായത് മത്തായി 7:13. രണ്ട് മാർഗങ്ങളെ സംബന്ധിച്ചുള്ള സുവിശേഷോപമ സഭയുടെ മതബോധനത്തിൽ നിരന്തരം കാണാവുന്നതാണ്. നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ള ധാർമ്മിക തീരുമാനങ്ങളുടെ പ്രാധാന്യം അത് കാണിക്കുന്നു. രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് ജീവൻ്റേത്, മറ്റേത് മരണത്തിൻ്റേത്. എന്നാൽ രണ്ട് മാർഗങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡിഡാക്കെ, അപ്പോൾ ആദ്യകാലം മുതൽ ഡിഡാക്കയിൽ മുതലുള്ളതാണ്. സഭയുടെ മതബോധനത്തിൻ്റെ ആദ്യത്തെ മതബോധന ഗ്രന്ഥമാണ് ഡിഡാക്കെ മുതലുള്ളതാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഇനിയും 2564, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ്. ക്രൈസ്തവ പ്രാർത്ഥന. കണ്ടോ, അതെന്താ ക്രൈസ്തവ പ്രാർത്ഥന? അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ് ക്രൈസ്തവ പ്രാർത്ഥന. ഇവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വലിയ കോളിളക്കങ്ങൾ സംഭവിക്കുന്നത്. ഈ ക്രൈസ്തവ പ്രാർത്ഥനയും മറ്റു മതങ്ങളുടെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്.
പക്ഷേ അന്തരാർത്ഥത്തിൽ എല്ലാ മതങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാകാത്തത് കൊണ്ടാണ് ചില ക്രൈസ്തവർ തന്നെ മറ്റ് ഓൾട്ടർനേറ്റീവ് പ്രെയറിലേക്കൊക്കെ പോകുന്നത്. ഞാനൊന്ന് ആശയം ധ്വനിപ്പിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത് ആരാണ്? ക്രിസ്തുവാണ് നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത്. നിസ്സാരമായിട്ടല്ല, തൻ്റെ ജീവരക്തമൊഴുക്കിക്കൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിനക്ക് വേണ്ടി ഞാൻ ചിന്തിയ എൻ്റെ രക്തം, നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള രക്തം. അവിടെയാണ് ക്രൈസ്തവ പ്രാർത്ഥന. മറ്റ് പ്രാർത്ഥനകൾക്കെല്ലാം പോകുന്നു, വളരെയധികം പ്രാർത്ഥിക്കുന്നു, കിട്ടിയാൽ കിട്ടി, പക്ഷേ ഒരു ഉടമ്പടി ബന്ധമില്ല. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾക്ക് മുൻപേ വെച്ച് നീട്ടുകയാണ്, ഇതാ നീ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, കാരണം ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, ഇതാ വാങ്ങുവിൻ. വലിയ രഹസ്യമാണിത്. അതാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ രഹസ്യം. ക്രിസ്തു നമ്മളുമായിട്ട്, ദൈവവും നമ്മളുടെയും ഇടയ്ക്കൊരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് ക്രിസ്തു തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നമ്മളുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിൽ വന്നിരിക്കുന്നു. ഇത് മനസ്സിലാകാത്ത ക്രിസ്ത്യാനി നമ്മുടെ വീടുകളിലുണ്ട്. അവർ ജാതകം നോക്കുന്നു, വാരഫലം നോക്കുന്നു, മറ്റുള്ള പ്രാർത്ഥനകൾ എന്തെല്ലാമാണോ നോക്കുന്നത്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. എന്തുകൊണ്ടാ? ക്രിസ്തു കേന്ദ്രീകൃതത്വം വന്നിട്ടില്ല, ക്രിസ്റ്റോ സെൻട്രിസിറ്റി വന്നിട്ടില്ല. എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് പ്രയറുകളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമാകാത്തത് കൊണ്ടും പ്രാർത്ഥന, ക്രൈസ്തവ പ്രാർത്ഥനയുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകാത്ത, ഇത് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. അത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രവൃത്തിയാണ്. ദൈവം മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ പ്രാർത്ഥനയാവില്ല, മനുഷ്യൻ അതിന് സ്വീകരിക്കണം. ദൈവം പ്രവർത്തിക്കുകയാണ്, ഇതാ ഞാൻ നിനക്ക് വേണ്ടി രക്തം ചിന്തിയ രക്തം ഇതാ ഞാൻ നിനക്ക് തരുന്നു. തന്നു എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു നടന്നാലോ? അത് വാങ്ങുക എന്നതാണ് ഉടമ്പടിയുടെ പൂർത്തീകരണം. അപ്പോഴല്ലേ ആവുള്ളൂ. ക്രൈസ്തവ പ്രാർത്ഥന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് പൂർണ്ണമായും തിരിയുന്നതുമാണത്. അതാണ് മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ. അപ്പം ഈ മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യവംശവും, ഈ മനുഷ്യവംശം മുഴുവനും അവനിലുണ്ട്. മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യർക്കും വേണ്ടി സകല മനുഷ്യരും യേശുവിൽ ഒരു മനുഷ്യനായിരിക്കുന്നു. അങ്ങനെ സകല മനുഷ്യരെയും തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മനുഷ്യ മനസ്സ്, ഈശോയുടെ മനുഷ്യ ശരീരം എല്ലാം നമ്മളോട് ഒരുമിപ്പിച്ചുകൊണ്ട്, അതേസമയത്ത് ഈശോ ദൈവവുമാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളെല്ലാവരെയും തൻ്റെ മനുഷ്യ ശരീരത്തിൽ, ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പിതാവായ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ഹൃദയം ഉയർത്തുമ്പോൾ കണ്ടോ എത്ര എളുപ്പമായി പ്രാർത്ഥന. അപ്പോൾ യേശു ക്രിസ്തുവിൽ പിതാവുമായിട്ട് സത്തയിൽ ഒന്നാണ് യേശു, അതേ സമയത്ത് മനുഷ്യനുമായിട്ടും സത്തയിൽ ഒന്നാണ്. മനസ്സിലായി?
മനസ്സിലായില്ലേ? അതാണ്, അവിടെയാണ് അതിൻ്റെ ലയനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്നു. കണ്ടോ? എന്തുകൊണ്ടാണ്? പിതാവുമായിട്ട് സത്തയിലൊന്നാണ്. അതുകൊണ്ട് പിതാവ് സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മനുഷ്യരുമായിട്ട് സത്തയിലൊന്നാണ്. അതുകൊണ്ട് മനുഷ്യന് വേറെ ഒരു വഴിയില്ല യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ. എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യനായിത്തീർന്നത്? മനുഷ്യരുടെ ഹൃദയവും മനുഷ്യരുടെ ജീവനെ നവീകരിക്കുന്നതിനും അവനെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ, ആ ദൈവപുത്രനൊരു മാനുഷിക മനസ്സുമുണ്ട്, ദൈവിക മനസ്സുമുണ്ട്. മാനുഷിക മനസ്സിൽ ചിന്തിക്കാൻ പറ്റും, ദൈവിക മനസ്സിലും ചിന്തിക്കാൻ പറ്റും. സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് രണ്ട് തരത്തിൽ ചിന്തിക്കാം. രണ്ട് തരത്തിൽ ഒരേ സമയത്ത് ചിന്തിക്കാം. അതാണ് ഈശോയുടെ ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ചോ? ദൈവത്തിൻ്റെ ചിന്ത, ദൈവമായിട്ട് പിതാവുമായിട്ടുള്ള ഐക്യത്തിൽ, അതേ സമയത്ത് മനുഷ്യരായതുകൊണ്ട് മനുഷ്യരായ നമ്മളെല്ലാവരുടെയും പ്രതിനിധിയും എല്ലാവരുടെയും സത്തയിൽ ഒന്നാണ് യേശു. അപ്പോൾ മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് പൂർണ്ണമായി തിരിയുന്നതാണത്. അല്ലെങ്കിൽ ആദ്യം പോലെ നമുക്കൊന്നുകൂടി ചിന്തിക്കാം. ഹൃദയമാണ് പ്രാർത്ഥനയുടെ പ്രധാന രഹസ്യം. ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. പ്രാർത്ഥന എന്നത് ആ ഹൃദയത്തിലുള്ള ദൈവവുമായിട്ടുള്ള ഒന്നാകലാണ് ആ പ്രാർത്ഥനയുടെ പ്രധാന ഘടകം. 3 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. വാചിക പ്രാർത്ഥന, മെഡിറ്റേറ്റീവ് പ്രെയർ, കോണ്ടംപ്ലേറ്റീവ് പ്രെയർ. എന്നാൽ ഏതെല്ലാം പ്രാർത്ഥനകളായാലും അതിൻ്റെ മൗലികമായ ഒരു തലം ഹൃദയത്തിൽ നിന്നാണ് എല്ലാം ഉയരേണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ മനസ്സിലാക്കി, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി ഹൃദയത്തിലാണ് നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവവുമായിട്ട് ഒന്നായിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവവുമായിട്ട് വിവാഹം ചെയ്തിരിക്കുകയാണ് നമ്മൾ മണവാളൻ മണവാട്ടിയാണ്. ഇനി ക്രൈസ്തവ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സുമായിട്ട് ലയിക്കുന്നു. കൊണ്ട് ക്രിസ്തു നമ്മളെ പിതാവിലേക്ക് ഉയർത്തുന്നു. കാരണം ക്രിസ്തു ഒരേ സമയത്ത് പിതാവുമായിട്ട് ഒന്നാണ്, അതേ സമയത്ത് മനുഷ്യരുമായിട്ട് ഒന്നാണ്. അതുകൊണ്ട് ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതൊരു പ്രാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾട്ടർനേറ്റീവ് പ്രെയറിലേക്കും ഒരാളും പോകില്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം.